നവരാത്രി ആഘോഷങ്ങൾക്ക് വിരാമമിട്ട് ഇന്ന് വിജയദശമി. വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമായി ആയിരക്കണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ച് അറിവിന്റെ ലോകത്തേക്ക് കടന്നത്. തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ ചാണ്ടിയുമ്മൻ, എ സമ്പത്ത്, വി കെ പ്രശാന്ത് MLA, ബിജു പ്രഭാകർ IAS അടക്കമുള്ള പ്രമുഖർ ആചാര്യന്മാരായി കുരുന്നുകൾക്ക് ഹരശ്രീ പകർന്നു. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഒക്കെ ആയിട്ടാണ് ഇന്ന് വിദ്യാരംഭ ചടങ്ങുകൾ നടന്നിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരം സരസ്വതി മണ്ഡപത്തിലാണെങ്കിൽ പതിവൊട്ടും തെറ്റാതെ ആയിരക്കണക്കിന് കുരുന്നുകളാണ് അക്ഷരലോകത്തേക്ക് ആദ്യാക്ഷരം കുറിച്ച് കടന്നിട്ടുണ്ടായിരുന്നത്. വിവിധ മേഖലയിലെ പ്രഗത്ഭർ, അതായത് കലാ, സാംസ്കാരിക, രാഷ്ട്രീയ, സാഹിത്യ മേഖലയിലെ പ്രഗത്ഭർ ഉൾപ്പെടെയുള്ളവരാണ് സരസ്വതി മണ്ഡപത്തിൽ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. 5:15 മണിയോടുകൂടി തന്നെ ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മേളകളോ കരച്ചകളോ ഒന്നും വളരെ കാണുന്നില്ല. എല്ലാവരും ഹാപ്പിയാണ്. തീർച്ചയായിട്ടും വലിയൊരു ദിവസമാണല്ലോ. അപ്പോൾ അവരെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രായം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഉള്ള കുട്ടികൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എനിക്ക് തോന്നുന്നു ഭയങ്കര ആവേശത്തില്ല. നമ്മൾ ആചാര്യൻ എഴുതുന്നതിന് മുമ്പ് തന്നെ എടുത്തു തുടങ്ങുക എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ട്. വലിയൊരു പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും പിഞ്ചു കുഞ്ഞുങ്ങളെ അവരുടെ ഭാവി ജീവിതത്തിലേക്ക് വിവേകമുള്ളവരെയും വിദ്യാഭ്യാസമുള്ളവരായിട്ട് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക, അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ്. എഴുതിയോ? പേരെന്താ? എന്താ പേര്? എഴുതിയോ? ആത്മജ. എഴുതിയോ? എന്താ എഴുതിയേ? എന്താ എഴുതിയേ? എന്താ എഴുതിയേ? ABCD ആണോ എഴുതിയത്? വേറൊന്നും എഴുതിയില്ലേ? എഴുതി. 2 സ്ഥലത്താണ് വിദ്യാരംഭ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലായ്പ്പോഴും കാണുന്ന കാഴ്ചകൾ, അത് വളരെ മനോഹരമായിട്ടുള്ള, വളരെ കൗതുകമുണർത്തുന്ന കാഴ്ചകൾ ഇത്തവണയും വിദ്യാരംഭ ചടങ്ങിന് മാറ്റുകൂട്ടി എന്നുള്ളതാണ്. കരഞ്ഞുകൊണ്ട് ആദ്യാക്ഷരം എഴുതിപ്പോയ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതുകൂടാതെ സന്തോഷത്തോടു കൂടി ആദ്യാക്ഷരം എഴുതി കടന്നുപോയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പല തരത്തിലുള്ള കുട്ടികൾ ആദ്യാക്ഷരം എഴുതി പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇവിടെ വി കെ പ്രശാന്ത് MLA ഉൾപ്പെടെയുള്ളവർ കുട്ടികളെ ആദ്യാക്ഷരം എഴുതിപ്പിക്കുന്നുണ്ട്. MLA കൊണ്ട് ഉൾപ്പെടെ ആദ്യാക്ഷരം എഴുതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുമായിട്ട് രക്ഷിതാക്കൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കൈ വയ്യ, എന്നാലും അവൾ ആദ്യാക്ഷരം. അതെ, അവൾ ബഹളം ഉണ്ടാക്കാതിരുന്നു, അതാണ് സന്തോഷം. അപ്പോൾ ഇന്നിപ്പോൾ അറിവിൻ്റെ ലോകത്തിലേക്ക് ഇവിടെ തന്നെ 2000-ഓളം പേരുണ്ടെന്നാണ് കണക്ക്. അപ്പോൾ വിവിധ സ്ഥാപനങ്ങളിൽ, കോളേജുകളിൽ, ലൈബ്രറികളിലൊക്കെ നടക്കുകയാണ്. അപ്പോൾ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് വിദ്യാർത്ഥികൾ വരട്ടെ, അവർ നാടിനും വീടിനും കുടുംബത്തിനും ഒക്കെ ഗുണമുള്ളവരായി മാറട്ടെ എന്നുള്ളതാണ് ഈ ഒരു വിദ്യാരംഭ ചടങ്ങിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ എഴുതിപ്പോയ കുട്ടികളൊക്കെ തന്നെ അടുത്ത നമ്മുടെ രാജ്യത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിനെ വളരെ വലിയ ഉയർച്ചയിലേക്ക് നയിക്കേണ്ട, വിവിധ മേഖലകളിലൊക്കെ തന്നെ പ്രവർത്തിച്ച് പ്രാഗൽഭ്യം തെളിയിക്കേണ്ട കുരുന്നുകളാണ്. അവർക്കൊക്കെ തന്നെ ആശംസകൾ നേർന്നുകൊണ്ടാണ് ഇന്നത്തെ ദിവസം അവസാനിക്കുന്നത്. തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്നും ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.